നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മതി, ഇനി JRF വേണ്ട എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ സാറ് ഇടക്കിടക്ക് പറയാറുണ്ട്, കിരൺ സാർ ഇടക്കിടക്ക് പറയാറുണ്ട്, നമ്മളിത് പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ വേണ്ടി പാടില്ല, ഇതൊരു ജേണി ആയി കാണണം. JRF കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് വേഴ്സസ് റിസൾട്ട് എന്നാണ് സാറ് പറയാറ്. അപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് സാറ് പറയാറ്. നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം, പ്രൊഫസർഷിപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് വരാമെന്ന് മാത്രമുള്ളൊരു ഐഡിയ മാത്രമായിരുന്നു AppleBee അക്കാഡമിയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ ഒരു ഡെപ്ത് ആക്ച്വലി മനസ്സിലായത് ഡിസംബർ 2022 ബാച്ചിൽ ഇരിക്കുന്ന സമയത്താണ്. സിലബസ് മനസ്സിലാക്കാനും നോട്ട്സ് കറക്റ്റ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ട് ഓരോന്ന് മനസ്സിലാക്കി ഏത് രീതിയിലാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഡിസംബർ 2022 നെറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ അതിനു മുന്നേ മോഡൽ എക്സാം ഒക്കെ തന്ന് നെറ്റ് എക്സാമിൻ്റെ ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. എക്സാം എങ്ങനെ എഴുതാം എന്നുള്ളൊരു പഠനമായിരുന്നു ആദ്യത്തെ ഒരു ടേമിൽ നടന്നത്. ഒരുപാട് എല്ലാ മൊഡ്യൂളിലെയും ഏകദേശം 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഏറ്റവും അവസാനത്തെ ടേം വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വഴി അതുപോലെ തന്നെ എങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. പറ്റിയ തെറ്റുകളെ തിരുത്തിയിട്ടാണ് 2023 ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ് എവ്രിവൺ, AppleBee അക്കാഡമിയുടെ ടെസ്റ്റിമോണിയൽ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശില്പയാണ്. സോ ശില്പ ജൂൺ 2023 നെറ്റ് എക്സാമിൽ എക്കണോമിക്സിൽ നെറ്റ് ഹോൾഡറാണ്. വെൽക്കം ശില്പ. താങ്ക് യു മിസ്. ഓക്കെ, അപ്പോൾ ശില്പയെക്കുറിച്ച് പറയേണ്ട കാര്യം, ശില്പ നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ കൂടെ JRFന് വേണ്ടി ട്രൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ്. സോ ശില്പ എങ്ങനെയാണ് AppleBee അക്കാഡമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നെറ്റ് വേണം, അല്ലെങ്കിൽ നെറ്റ് എന്നൊരു സ്വപ്നമൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത്? നെറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അതിനുശേഷം ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡിനോടായിരുന്നു താല്പര്യം ഉണ്ടായത്. അപ്പോൾ സ്കൂൾ പഠിച്ചത് ഇറങ്ങിയതിന് ശേഷം എക്കണോമിക്സ് എടുക്കുന്നു. പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നോക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സ് പോകുന്നത് ടീച്ചിങ്ങിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ PG കഴിഞ്ഞ് നെറ്റ് വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ഇവിടുത്തെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സച്ചിനേട്ടൻ വഴിയാണ് ഞാൻ AppleBee പറ്റി വരുന്നത്. സച്ചിനേട്ടനും നെറ്റ് ഹോൾഡറാണ്. അപ്പം അങ്ങനെയാണ് പൊതുവിൽ അന്വേഷിച്ചറിഞ്ഞ് AppleBee അക്കാദമി ആണ് എനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ കരിയർ അച്ചീവ്മെന്റ്സിന് ഏറ്റവും നല്ല ഇടമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ശില്പ നമ്മൾ ഓൾറെഡി പറഞ്ഞു ശില്പ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഓഗസ്റ്റ് 2022 ശില്പ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ് അല്ലേ, ഡിസംബർ 2022 എക്സാം എഴുതി. അതിനുശേഷം ജൂൺ 2023 എക്സാമിനാണ് ശില്പ നെറ്റ് ക്വാളിഫൈ ആണ്. അപ്പോൾ ഈ രണ്ട് അറ്റംപ്റ്റ്സ് നമ്മളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഡിസംബറിൽ സംഭവിച്ച അല്ലെങ്കിൽ ഡിസംബർ 2022 നെറ്റ് എക്സാമിൽ വന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, വീഴ്ചകളാണ് ഐഡന്റിഫൈ ചെയ്യാനും തിരുത്താനും ശില്പയ്ക്ക് സാധിച്ചിട്ടുള്ളത്? നെറ്റ് എന്ന് പറയുമ്പം നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാം, പ്രൊഫസർഷിപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് വരാമെന്ന് മാത്രമുള്ളൊരു ഐഡിയ മാത്രമായിരുന്നു AppleBee അക്കാഡമിയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ ഒരു ഡെപ്ത് ആക്ച്വലി മനസ്സിലായത് ഡിസംബർ 2022 ബാച്ചിൽ ഇരിക്കുന്ന സമയത്താണ്. പേപ്പർ 1 എന്താണെന്ന് മനസ്സിലാക്കി, പേപ്പർ 2 എത്രത്തോളം പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ സിലബസിനെ പറ്റി പഠിക്കാൻ തന്നെ ഏകദേശം കുറച്ച് സമയം എടുത്തു. അതുപോലെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ലാസ്, ടെസ്റ്റ് സീരീസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമെന്നതിനെ സംബന്ധിച്ചിട്ട് ജൂൺ 2023 ആകുമ്പോഴത്തേക്കുമാണ് ഒരു കറക്റ്റ് ധാരണ വന്നത്. അതിനുശേഷമാണ് ആദ്യത്തെ ടേം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ജൂൺ 2023 കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ എനിക്കൊന്ന് പല ആൾക്കാരും ഒരു തവണയൊക്കെ നെറ്റ് എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് ആ ഒരു എൻറ്റയർ ആ സംഭവത്തിൽ തന്നെ മാറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ശില്പയ്ക്ക് 2022 ഡിസംബർ എക്സാം കിട്ടിയില്ല. അപ്പൊ 2023 വീണ്ടും ഒരു പഠിത്തം കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്ത്, ഇപ്പൊ നമ്മൾ 2023 അല്ലെങ്കിൽ ഡിസംബർ 2022 ജൂൺ 2023 പരീക്ഷകൾ തമ്മിൽ വെറും 3-3.5 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ആ 3.5 മാസത്തെ അല്ല, ഇവിടെ വന്നതിന് ശേഷം ശില്പയുടെ എഫേർട്ടിന്റെ ഒക്കെയാണ്. അപ്പം ഒരു തവണ കിട്ടാതെ വന്ന് അടുത്ത തവണയിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ആദ്യം തൊട്ടുണ്ടായിട്ടുള്ള എഫേർട്ട് എന്തുമാത്രം ശില്പയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്?
ആദ്യത്തെ തവണ ഞാൻ പറഞ്ഞതുപോലെ സിലബസ് മനസ്സിലാക്കാനും നോട്ട്സ് കറക്റ്റ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ കേട്ട് ഓരോന്ന് മനസ്സിലാക്കി ഏത് രീതിയിലാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി അതുപോലെ എക്സാംസ് അറ്റൻഡ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ ഡിസംബർ 2022 നെറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ അതിനു മുന്നേ മോഡൽ എക്സാം ഒക്കെ തന്ന് നെറ്റ് എക്സാമിൻ്റെ ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അങ്ങനെ 3 മണിക്കൂർ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എക്സാം എഴുതാം എന്നതിനെ പറ്റി എക്സാം എങ്ങനെ എഴുതാം എന്നുള്ളൊരു പഠനമായിരുന്നു ആദ്യത്തെ ഒരു ടേമിൽ നടന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടേമിൽ ഓൾറെഡി നോട്ട്സ് ഒക്കെ കയ്യിലുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ അന്ന് ഡിസംബർ 2022 വരുത്തിയ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. കാരണം പേപ്പർ 1 എന്ന് പറയുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പം തന്നിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് ഒന്നും പേപ്പർ 1 ആദ്യത്തെ ടേമിൽ ഞാൻ ചെയ്തിരുന്നില്ല. അപ്പം അത് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ രണ്ടാമത് ഐഡന്റിഫൈ ചെയ്ത് പേപ്പർ 1 കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് പേപ്പർ 2 നമ്മുടെ പഠിച്ച ഏരിയ ആണ്, കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും കൂടുതൽ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പേപ്പർ 1 ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കിയത് ജൂൺ 2023 പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരുപാട് എല്ലാ മൊഡ്യൂളിലെയും ഏകദേശം 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഏറ്റവും അവസാനത്തെ ടേം വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വഴി അതുപോലെ തന്നെ എങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. അങ്ങനെയാണ് ജൂൺ 2023 പറ്റിയ തെറ്റുകളെ തിരുത്തിയിട്ടാണ് 2023 ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കിട്ടിയില്ല എന്നുള്ളത് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് കാണാതെ അതിനകത്ത് മിസ്റ്റേക്സ് കണ്ടെത്തി വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് കണ്ടപ്പോ നമുക്ക് നെറ്റും കയ്യിൽ കിട്ടി അല്ലെ. അപ്പം ശില്പയുടെ പറഞ്ഞൊരു കാര്യം പേപ്പർ 1 പേപ്പർ 2 കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തു അല്ലേ. അപ്പം ശില്പയോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ശില്പ പറയായിരുന്നു പേപ്പർ 1 ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ പിന്നെ അതൊരു ഇഷ്ടമുള്ള മേഖലയായിട്ട് സബ്ജക്റ്റ് ആയിട്ട് മാറി. അപ്പം എങ്ങനെയാണ് ഈ പേപ്പർ 1 പേപ്പർ 2 പ്രിപ്പറേഷൻസ് ഒന്നിച്ച് ശില്പ കൊണ്ടുവരുന്നത്? എസ്പെഷ്യലി പറഞ്ഞു ആദ്യം നമുക്ക് മിസ്റ്റേക്ക് പറ്റി, രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തിരുത്തുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് അത് ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ എഫേർട്സ് ഇട്ടു? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് പേപ്പർ 1 കൊണ്ടുവരാൻ സാധിച്ചത്? ആദ്യം ചെയ്തത് പേപ്പർ 1 ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. പുതിയ ഏരിയ ആണ്. ഇപ്പൊ പലരും പേടിയോട് കൂടിയാണ് ഇപ്പൊ എൻ്റെ ഒരുമിച്ചുള്ള ആളുകളും പലരും സംസാരിക്കുന്ന സമയത്തൊക്കെ പേടിയോട് കൂടി പേപ്പർ 1 കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ കൂടുതൽ എഫേർട്ട് ഇടുന്ന സമയത്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആദ്യം വരുത്തി. ലോജിക്കൽ റീസണിങ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ആദ്യമായി പഠിക്കുകയാണ്. നമുക്ക് ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ടേംസ് ഒക്കെയാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ അന്നേരം അത് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ ഇഷ്ടം തോന്നി. അങ്ങനെ പേപ്പർ 1 പാരലായി കൊണ്ടുപോകുന്നതിനോടൊന്നിച്ച് പേപ്പർ 2 നമുക്ക് അറിയാവുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഇൻഡെപ്ത് ആയിട്ട് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി വരേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കിരൺ സാറിൻ്റെ ആയാലും ഷോണി സാറിൻ്റെയും ഡെലി മാമിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ വഴി കുറച്ചും കൂടി കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി കൊണ്ടുവരാനും അങ്ങനെ പേപ്പർ 2 ഇമ്പ്രൂവ് ചെയ്തു. പേപ്പർ 1 എസ്പെഷ്യലി ബ്ലസ്സി മാം തന്നെയാണ് എടുത്തത്. അപ്പോൾ മാമിൻ്റെ വലിയൊരു എഫേർട്ട് അതിനോടൊന്നിച്ച് മാം എടുക്കുന്നതിൻ്റെ എഫേർട്ടിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ അതിനോട് കുറച്ചും കൂടി നീതി പുലർത്തി പോയി എന്നുള്ളതാണ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പം ഇവിടെ ശില്പ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനം, അതിനോടൊരു ഇഷ്ടം തോന്നി പഠിക്കുക എന്നുള്ളത്. അത് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും ഇഷ്ടപ്പെടുക. പിന്നെ ശില്പ പറഞ്ഞു നിർത്തിയ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശില്പയുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും കൂടെ ഉണ്ടായി. നമ്മൾ ചെയ്യുന്ന കാര്യത്തോടൊപ്പം തന്നെ അതിനോട് നീതി പുലർത്തി എന്നുള്ളത് തീർച്ചയായിട്ടും റിസൾട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ശില്പയെക്കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം, ശില്പ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എസ്പെഷ്യലി ഇതൊക്കെ ശില്പ കണ്ടെത്തി തിരുത്തിയ കാര്യങ്ങളാണ്. അതാണ് നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ജൂൺ 2023 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ചോദ്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത്? നമ്മൾ എപ്പോഴും ആളുകളുടെ അടുത്ത് പറയും പ്രീവിയസ് ഇയർ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ നന്നായി വർക്ക് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ കോൺസെപ്റ്റുകൾ മാത്രം പഠിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യില്ല. ചില ആളുകൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യൂ, കോൺസെപ്റ്റ് പഠിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ശില്പ അത് ചെയ്തത്? ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ രീതികളൊന്ന് പറയും. ആദ്യത്തെ പ്രാവശ്യം ഡിസംബർ 2022 എഴുതുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് പോവുക ചെയ്തത് പേപ്പർ 1. അതുകൊണ്ട് തന്നെ പേപ്പർ 1 സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഒരു പക്ഷേ അത് കുറച്ചുകൂടി കൂട്ടാൻ പറ്റിയിരുന്നെങ്കിൽ 2022 തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വന്ന് ഈ പേപ്പർ 1 ക്വസ്റ്റ്യൻസ് ഒരു മൊഡ്യൂൾ പഠിച്ച് കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ക്ലാസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. വീട്ടിൽ പോയി എക്സ്ട്രാ എഫേർട്ട് ഒരുപാട് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് തന്നെ ബ്ലസ്സി മാമിൻ്റെ ക്ലാസ് കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീട്ടിൽ പോയി ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ അവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ 4 ഓപ്ഷനും ക്ലിയർ ചെയ്ത് പോയി ചിലപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില സ്ലൈറ്റ് ഡിഫറൻസ് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും, അപ്പോൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ഇയറിൽ നിന്ന് തുടങ്ങി ഏകദേശം 2018 വരെയുള്ള പേപ്പർ 1 ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി പേപ്പർ 2 കുറിച്ച് പറയുമ്പോൾ പേപ്പർ 2 നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ നമ്മളൊരു ഇത്ര നാൾ
നാളും പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നെറ്റിൽ നമ്മൾ പേപ്പർ 2 ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പേപ്പർ 2 പ്രിപ്പറേഷൻസ് എന്തായിരുന്നു? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതിനൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് എങ്ങനെ കൊണ്ടുവന്നത്? പേപ്പർ ടു നമ്മളൊക്കെ വിചാരിക്കും ഇപ്പം 5 വർഷം പഠിച്ച, ഏകദേശം +2 മുതൽ 7 വർഷം പഠിച്ച സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇതല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇനിയും വരാനുണ്ടെന്ന് മനസ്സിലായത് ആപ്പിൾ ബിയിൽ വന്നതിന് ശേഷമാണ്. എസ്പെഷ്യലി കിരൺ സാറിൻ്റെയും ഷോണി സാറിൻ്റെയും ഡിലിൻ മാമിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് നമ്മൾ ഒരു പക്ഷേ ആലോചിക്കുന്നത് ആ സമയത്തായിരിക്കും. അങ്ങനെ ഇൻഡെപ്ത് നോളജ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം അതിനുശേഷമാണ് ഇങ്ങനെയാണ് നമ്മളൊരു നാഷണൽ ലെവൽ എക്സാമിനേഷന് നമ്മുടെ തന്നെ സബ്ജക്ട് ഏരിയയിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്ന് മനസ്സിലായത് എസ്പെഷ്യലി ഇവിടുത്തെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. അതിനുശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇതേപോലെ തന്നെ പേപ്പർ 2 ക്വസ്റ്റ്യൻസ് രണ്ടാമത്തെ ടേമിലാണ് കുറച്ചെങ്കിലും ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെയായിരുന്നു പേപ്പർ 2 പ്രിപ്പറേഷൻസ് കൊണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, അതിനോടൊരുമിച്ച് എങ്ങനെ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പേപ്പർ 2 കാണണമെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ്. സോ നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ശില്പ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്, ക്ലാസ് റൂമിൽ വളരെ ആക്റ്റീവായിട്ട് ശില്പ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ജൂൺ 2023 നെറ്റ് എക്സാമിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു ശില്പ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ഡിലമയുണ്ടല്ലോ, ഇത് തുടരണോ, ഇനി എന്ത് ചെയ്യണം, വേറെ എവിടെയെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ട് പോകണം. എസ്പെഷ്യലി പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു സ്വപ്നം കൊണ്ട് വന്ന ഒരാളാണ് ശില്പ. അപ്പോൾ ഇനി പഠിപ്പിക്കണോ അതോ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണോ? ഇപ്പം നമ്മൾ ഇവിടെ എപ്പോഴും നമ്മൾ പരിസരമൊക്കെയാണെങ്കിൽ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, നമ്മുടെ ലക്ഷ്യം JRF ആണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടെങ്കിലും വളരെ മാനുഷികമായിട്ട് നെറ്റ് കിട്ടുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ശില്പയ്ക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അതിലൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എങ്ങനെയാണ് വന്നത്? ഓക്കെ, ഞാൻ JRF കണ്ടിന്യൂ ചെയ്യാണ് എന്നുള്ളൊരു താല്പര്യവും ഡിസിഷനും എങ്ങനെയാണ് വന്നത്? ആക്ച്വലി എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇപ്പോൾ JRF കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ദെൻ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മതി, ഇനി JRF വേണ്ട എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു ഇപ്പം എസ്പെഷ്യലി സാറ് ഇടക്കിടക്ക് പറയാറുണ്ട്, കിരൺ സാർ ഇടക്കിടക്ക് പറയാറുണ്ട്, നമ്മളിത് പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ വേണ്ടി പാടില്ല, ഇതൊരു ജേണി ആയി കാണണം. JRF കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് വേഴ്സസ് റിസൾട്ട് എന്നാണ് സാറ് പറയാറ്. അപ്പോൾ അത് റിസൾട്ട് ഉണ്ടാവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് സാറ് പറയാറ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്ത് പകുതിക്കുന്നത് നിർത്തി എവിടെയെങ്കിലും പഠിപ്പിക്കാൻ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഞാനൊരു ട്രാക്കിലേക്ക് വരാൻ ഒരുപാട് ടൈം എടുക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, അതുപോലെ തന്നെ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. ഡിഫിക്കൽട്ടി ലെവൽ ഓരോ ടേം അനുസരിച്ചിട്ട് മാറിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് പേപ്പർ 1 ആയാൽ പോലും പേപ്പർ 2 ആയാൽ പോലും ഒരുപാട് പോർഷൻസ് അഡീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതത് ടൈമിൽ മനസ്സിലാക്കി അത് ആഡ് ഓൺ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് JRF തന്നെയാണ് ലക്ഷ്യം, PhD ചെയ്യണം, അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടി വീണ്ടും നെറ്റ് കിട്ടിയാലും ഇവിടെ തന്നെ നിൽക്കണം, പഠനം തുടരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം അതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ശില്പ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം നെറ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോയി വീണ്ടും നാളെ ഒന്ന് JRF വേണ്ടി പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ആ ഒരു എന്തായാലും നമ്മൾ വന്നു, അപ്പൊ JRFോട് കൂടി അങ്ങ് പോവാം എന്നുള്ള ഡിസിഷനായിരുന്നു ശില്പയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വേറെന്താ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? JRF ഓഫ്കോഴ്സ് ഒരു സ്വപ്നമാണ്. വേറെ എന്തെങ്കിലും പുതിയ സ്വപ്നങ്ങളൊക്കെ, ടീച്ചിങ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് റിസർച്ച് ഒക്കെ സ്വപ്നം കാണുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഇനി ഉള്ളത്? ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ JRF കിട്ടുക, കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക, എന്നിട്ട് ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ PhD ചെയ്യുക എന്നുള്ളൊരു എയിമാണ് ഉള്ളത്. ടീച്ചിങ്ങിനോട് ഒരുമിച്ച് തന്നെ റിസർച്ചും കൊണ്ടുപോകണം എന്നുള്ളൊരു ലക്ഷ്യമാണുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ സാധിക്കട്ടെ. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത് വീണ്ടും ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വരാനായിട്ട് സാധിക്കട്ടെ. സോ താങ്ക്സ് ഫോർ ജോയിനിങ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.